Okay, good morning to all. Last class we were discussing about microscope, optical microscope and electron microscopes. In that we have discussed about one optical microscope and two types of electron microscopes, that is scanning electron microscope and transmission electron microscope. So the working and important parts are important in the case of this SCM and TEM. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതിലെങ്ങനെയാണ് ഫൈനൽ ഇമേജ് പ്രോസസ്സ് ചെയ്ത് വരുന്നതെന്നും ലാസ്റ്റ് ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ്. ഓക്കെ, സോ ഇൻ ടുഡേസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് സ്പെസിമെൻ പ്രിപ്പറേഷൻ നോക്കി, ഡിഫറെൻറ്റ് പ്രോസസ്സ് നോക്കി, അതിൻ്റെ ആഫ്റ്റർ ദാറ്റ് ഈ സ്പെസിമെൻ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ അല്ലേ. പക്ഷേ ഹയർ മാഗ്നിഫിക്കേഷൻ വേണ്ടി വി വിൽ ഗോ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. In that we will use TEM, transmission electron microscope, and SCM, scanning electron microscope. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. SCM and TEM-ൻ്റെ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. Today we will discuss about the grain size and grain size determination. So we have already gone through the grain and crystal sizes. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ന്യൂക്ലിയേഷൻ പ്രോസസ്സ് ഡിസ്കസ് ചെയ്തതാണല്ലേ. So grains are formed during the process of solidification or during the process of crystallization. Okay, so അവിടെ നമ്മൾ we have discussed about the nucleation process. So actually എന്താ ചെയ്യുന്നത്, ഈ solidification or crystallization processൽ we are reducing the temperature of the metal or the crystal or that material അല്ലേ. ഹയർ ടെമ്പറേച്ചറിൽ അത് അതിൻ്റെ ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവില്ല അല്ലേ. ഫ്രം ദർ വി ആർ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ടു ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. സോ വി ക്യാൻ either we can cool the material or we can decrease the temperature gradually or we can decrease the temperature rapidly അല്ലേ. അപ്പോൾ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയേഷൻ ഫോർമേഷൻ ഉണ്ടാവും അല്ലേ. കുറച്ച് ന്യൂക്ലിയസ് ഫോർമേഷൻ മാത്രമേ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ആദ്യം എംബ്രിയോസ് ഉണ്ടാവും, ആഫ്റ്റർ ദാറ്റ് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസ് വിൽ ഗ്രോ, ഡെൻഡ്രൈറ്റ്സ് ഫോം ചെയ്യും, ഫൈനൽ ക്രിസ്റ്റൽ ഉണ്ടാവും അല്ലേ. ഡിഫറെൻറ്റ് ഗ്രെയിൻസ് ആയിട്ട് മാറും. അത് ഇൻഡിവിജ്വൽ ഗ്രെയിൻസിൽ സെയിം ഓറിയൻറ്റേഷൻ ആയിരിക്കും ആറ്റംസ്. ഓക്കെ, so if there is only a slow fall in temperature, few nucleus only will form, which will give rise to large crystal size, or the crystal size will be large in such cases. Okay, so if you are going for a rapid cooling, it will give high degree of supercooling and large number of nucleus are formed, which will create small sized crystals. ശരിയല്ലേ? കാരണം ഒരുപാട് ന്യൂക്ലിയസ് വരുന്ന സമയത്ത് എന്താവും, ഈ ന്യൂക്ലിയസ് എല്ലാം പിന്നെ വലുതാൻ വേണ്ടി തുടങ്ങും അല്ലെ, ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എല്ലാ ഭാഗത്തും ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഫർദർ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൈസ്, ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ ഒരു ഗ്രെയിനിൻ്റെ സൈസ് കുറവായിരിക്കും അല്ലേ. ബിക്കോസ് ദർ ആർ എ plenty large number of nuclei formed because of rapid cooling. But in the case of a slow cooling, or in the case of a slow fall in temperature, large size crystal is found because only few nuclei is found. Okay, അപ്പോൾ ഈ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ഗ്രെയിൻ സൈസ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതാണ്. അതായത് സോളിഡിഫിക്കേഷൻ ടൈമിലാണ് ഇത് വരുന്നത്. And the important point is that this grain size is having effect on material properties. നമുക്കറിയാം, ഗ്രെയിൻ സൈസ്, നമ്പർ ഓഫ് ഗ്രെയിൻസ് കൂടുതലാണ്, ഗ്രെയിൻ സൈസ് കുറവാണെങ്കിൽ ദ മെറ്റീരിയൽ വിൽ ബി ഹാർഡ്, ഇറ്റ് വിൽ ബി സ്ട്രോങ്. ഓക്കെ, ഗ്രെയിൻ സൈസ് കൂടുതലാണ്, നമ്പർ ഓഫ് ഗ്രെയിൻസ് കുറവാണ് അല്ലെ. ഗ്രെയിൻ സൈസ് കൂടുമ്പോൾ നമ്പർ ഓഫ് ഗ്രെയിൻസ് കുറയുമല്ലോ. ഇൻ സച്ച് കേസസ് ദ മെറ്റീരിയൽ വിൽ ബി സോഫ്റ്റ്. ഇപ്പോൾ ഗ്രെയിൻ സൈസ്, നമ്പർ ഓഫ് ഗ്രെയിൻ സൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രെയിൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രെയിൻ സൈസ് കുറയുമ്പോൾ ആണ് നമ്മൾ ഹാർഡസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഗ്രെയിൻ സൈസ് ഈസ് ഹാവിങ് എഫക്ട് ഓൺ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. സോ if you can control this solidification nucleation process, we can also control the properties of the material. Okay, so there are several methods to control this nucleation process, thereby the material properties also can be controlled. Okay, അപ്പോൾ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അതിലേക്കൊന്നും എന്തായാലും നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പോകുന്നില്ല. അപ്പോൾ അതുപോലത്തെ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ ന്യൂക്ലിയേഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെർബൈ വി ക്യാൻ കൺട്രോൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ
അതുകൂടാണ് നമുക്ക് another thing is that grain size in material is also controlled by the combination of controlled deformation and thermal treatment. അതിന് പറയുന്നതാണ് thermomechanical treatment. So by thermomechanical treatment also we can control the size of the grains. Okay, we can control the nucleation, thereby control the size of the grains. We can control the grains also by thermomechanical treatments. Okay. ഇനി ഈ ഗ്രെയിൻ സൈസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? എത്ര നമ്പർ ഓഫ് ഗ്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രെയിൻ സൈസിന്റെ ഇപ്പൊ ഗ്രെയിൻ സൈസ് ഞാൻ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രെയിൻസ് എല്ലാം സർക്കുലർ, റൗണ്ട് അല്ലെ, അതുപോലത്തെ ഒരു ഗ്രെയിൻസിന്റെ കേസിൽ വരും നമ്മൾ അങ്ങനെയാണ് അത് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സ്പെസിഫൈ ചെയ്യുന്നത് ബൈ ഇറ്റ്സ് ഡയമീറ്റർ അല്ലെ, ലെങ്ത് ഓഫ് ദ ഗ്രെയിൻ പറയാം, അല്ലെങ്കിൽ ഏരിയ പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡയമീറ്റർ വെച്ചിട്ട് പറയാം. സോ ഹൗ വി വിൽ സ്പെസിഫൈ ദ സൈസ് ഓർ വി വിൽ ഡിറ്റർമൈൻ ദ സൈസ് ഓഫ് ദ ഗ്രെയിൻ. ഓക്കെ, അതിനു മുമ്പ് യൂഷ്വലി ഈ ഗ്രെയിൻ സൈസ് നമ്പർ നമ്മൾ പറയുമ്പോൾ ദർ ഇസ് എ സ്റ്റാൻഡേർഡ്, അതിനെ നമ്മൾ ASTM ഗ്രെയിൻ സൈസ് നമ്പർ എന്ന് പറയുന്നത്. ബിക്കോസ് ഗ്രെയിൻ സൈസ് വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഗ്രെയിൻ ബൗണ്ടറീസ്. നമുക്കറിയാം ഗ്രെയിൻ ബൗണ്ടറീസ് കൂടുന്നതനുസരിച്ചിട്ട് എന്തായിരിക്കും, ഗ്രെയിൻ സൈസ് കുറവായിരിക്കും അല്ലെ. ഗ്രെയിൻ ബൗണ്ടറി ഇല്ല, ഇപ്പൊ ഔട്ടർ ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആണെങ്കിൽ ഔട്ടർ ഗ്രെയിൻ ബൗണ്ടറി പറയുന്ന ഔട്ടർ ഗ്രെയിൻ ബൗണ്ടറി മാത്രമേ ഉള്ളൂ അല്ലെ, ഗ്രെയിൻ സൈസ് വലുതാണ്. അപ്പോൾ ഇനിയും അതിന്റെ അകത്തേക്ക് ഇന്നർ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ ഗ്രെയിൻ സൈസ് കുറഞ്ഞു വരണം അല്ലെ, എന്നാലേ കൂടുതൽ ബൗണ്ടറീസ് വരും. ഗ്രെയിൻ സൈസ് വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഗ്രെയിൻ ബൗണ്ടറി ഏരിയ. ഓക്കെ, ഗ്രെയിൻ ബൗണ്ടറി ഏരിയ അഫക്ട്സ് ഡിഫ്യൂഷൻ റേറ്റ്, ന്യൂക്ലിയേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയാണ് അതിൽ ഒരുപാട് എഫക്ട്സ് വരുന്നുണ്ട്. ന്യൂക്ലിയേഷൻ, ഗ്രെയിൻ ബൗണ്ടറി ഏരിയ അഫക്ട്സ് ഡിഫ്യൂഷൻ റേറ്റ്. ഡിഫ്യൂഷൻ എന്താണ് നമ്മൾ വരും നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് അത് വരും. ഇറ്റ് അഫക്ട് ഡിഫ്യൂഷൻ റേറ്റ്, ന്യൂക്ലിയേഷൻ, സ്ട്രെങ്ത് ആൻഡ് റേറ്റ് ഓഫ് കൊറോഷൻ. So there is a standard means to specify this grain size number, which is put forward by the ASTM. ASTM means American Society for Testing of Materials. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ എല്ലാ ഗ്രെയിൻ സൈസും പറയുന്നത്. ദാറ്റ് സ്റ്റാൻഡേർഡ് ഈസ് ASTM ഗ്രെയിൻ സൈസ് നമ്പർ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഉണ്ട്, അതായത് ഗ്രെയിൻ സൈസ് നമ്പറും അതുപോലെ തന്നെ ആവറേജ് നമ്പർ ഓഫ് ഗ്രെയിൻസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. If small n is the grain size number and capital N is the average number of grains per square inch. ആവറേജ് നമ്പർ ഓഫ് ഗ്രെയിൻസ് പെർ സ്ക്വയർ ഇഞ്ച് നമുക്ക് അങ്ങനെ കിട്ടിയത് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എത്ര 100x മാഗ്നിഫിക്കേഷൻ മൈക്രോസ്കോപ്പിലൂടെയാണ് നോക്കിയതെങ്കിൽ അവിടെ കിട്ടിയ ആവറേജ് നമ്പർ ഓഫ് ഗ്രെയിൻസ് പെർ സ്ക്വയർ ഇഞ്ച്. ആൻഡ് ഇഫ് സ്മോൾ n is a grain size number, then there is a relation between them. It is capital N is equal to 2 raised to small n minus 1. ഇതാണ് ഈ ഗ്രെയിൻ സൈസ് നമ്പറും നമ്പർ ഓഫ് ഗ്രെയിൻസ് പെർ ദാറ്റ് സ്ക്വയർ ഇഞ്ച്, ആ യൂണിറ്റ് ഏരിയ എന്ന് പറയാം, സ്ക്വയർ ഇഞ്ചിലുള്ള നമ്പർ ഓഫ് ഗ്രെയിൻസും തമ്മിലുള്ള റിലേഷൻ. സോ എ ലാർജ് ASTM ഗ്രെയിൻ സൈസ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ലാർജ് നമ്പർ ഓഫ് ഗ്രെയിൻസ് ഓഫ് എ ഫൈൻ ഗ്രെയിൻ സൈസ്. അപ്പോൾ ചെറിയ ഗ്രെയിൻ സൈസ് കുറവുള്ള ലാർജ് നമ്പർ ഓഫ് ഗ്രെയിൻസ് ആണ് നമ്മളെപ്പോഴും ASTM ഗ്രെയിൻ സൈസ് നമ്പർ ഒരു ബിഗ് വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഗ്രെയിൻസ്, ദാറ്റ് മീൻസ് ഫൈൻ ഗ്രെയിൻസ് with smaller fine grain size. Okay, so അങ്ങനെ ഫൈൻ ഗ്രെയിൻ സൈസ് ആകുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽസ് വിൽ ബി മോർ അല്ലെ. ഗ്രെയിൻ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രെയിൻ നമ്പർ ഓഫ് ഗ്രെയിൻസ് കൂടുന്നതനുസരിച്ചിട്ട് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ കൂടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് മെത്തേഡാണ് നോക്കുന്നത്. ദർ ആർ 2 methods to determine this grain size. First one is the intercept or Hein method. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇത് എക്സാമിന് ചോദിച്ചാൽ ഈ രണ്ട് മെത്തേഡാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഗ്രെയിൻ സൈസിനെ കുറിച്ചിട്ട് എഴുതുക, അങ്ങനെയാണ് ഗ്രെയിൻ ഫോർമേഷൻ, ന്യൂക്ലിയേഷൻ വഴി അല്ലെ, അവിടെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ന്യൂക്ലിയേഷനെ വേരി ചെയ്തിട്ട് സ്പെഷ്യൽ മെത്തേഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ആൻഡ് ഓൾസോ ഗ്രെയിൻ സൈസ് ഈസ് റെപ്രസെന്റഡ് ബൈ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ASTM ഗ്രെയിൻ സൈസ് നമ്പർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഹൗ വി ക്യാൻ determine the grain size. First one is intercept or Hein method. അപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത് ഒരു മൈക്രോഗ്രാഫ് ഇമേജ് ആണ്. ഒരു മൈക്രോസ്കോപ്പിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിലോ ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലോ അങ്ങനെ കിട്ടുന്ന ഒരു ഇമേജ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈക്രോഗ്രാഫ് ഇമേജ് ആണ്. അപ്പോൾ അതിൽ 2 ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ, സെയിം ഡിസ്റ്റൻസ് ലെങ്ത്തിലുള്ള 2 ലൈൻ. സോ ഇങ്ങനെ ഒരു ഇമേജ് ആണ് കയ്യിലുള്ളത്. അപ്പോൾ സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഓൺ ദ മൈക്രോഗ്രാഫ് ഓഫ് എ നോൺ മാഗ്നിഫിക്കേഷൻ എ ലൈൻ ഓഫ് ഡെഫിനിറ്റ് ലെങ്ത് ഈസ് ഡ്രോൺ. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമുക്ക് കയ്യിൽ എന്താ വേണ്ടത്? വി നീഡ് എ മൈക്രോഗ്രാഫ് ഇമേജ്. So we know the magnification of the instrument which is used to view this micrograph. Okay.
അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് 100x ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. So on the micrograph of a non-magnification, a line of definite length is drawn. A line of definite length is drawn. അപ്പോൾ 2 ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇവിടെ. Count the number of grains intercepted by the line. നമുക്കിപ്പോൾ കൗണ്ട് ചെയ്യാം. എത്ര 1 2 3 4 ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലേ. Grains touched by the ends of the line are counted as half grains. ഓക്കെ, അപ്പോൾ നോക്കി ഫസ്റ്റ് ലൈൻ ഒക്കെ 2 ഗ്രെയിൻസിന്റെ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ ഹാഫ് ആയിട്ട് കണക്കാക്കേണ്ട. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് 1 ഗ്രെയിൻ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. This is repeated at different regions of the micrograph in random directions. അല്ലെ, നമുക്കറിയാം ഗ്രെയിൻ സൈസ് നോക്കിയാൽ റാൻഡം ആയിട്ടാണുണ്ടല്ലോ, പല സ്ഥലത്തും പല രീതിയിലുള്ള ഗ്രെയിൻസ് സൈസിലുള്ള ഗ്രെയിൻസ് ആയിരിക്കും. അപ്പോൾ we have to draw similar definite length lines at randomly at different places. This is repeated different regions of micrograph in random directions. Okay, then the average അല്ലെ, the cumulative number of grains intercepted by the drawn lines is noted. ടോട്ടൽ എത്രയാണ്, ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് ഗ്രെയിൻസ് എത്രയാണ് നമ്മൾ കൗണ്ട് ചെയ്യാം അല്ലെ. ഇത് ആദ്യത്തെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ഗ്രെയിനെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ 2 ഗ്രെയിൻ നമ്മൾ ഹാഫ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് നമുക്ക് 3 ഗ്രെയിൻ കിട്ടി. ലൈക്ക് വൈസ് നമ്മൾ എത്ര ലൈൻ വരച്ചോ ആ ലൈനിലുള്ള എത്ര ഗ്രെയിൻസ് ആണ് ക്യുമുലേറ്റീവ് ആയിട്ട് ടോട്ടൽ വരുന്നത്, അതിന് ടോട്ടൽ സം ഓഫ് ഗ്രെയിൻസ് നമ്മൾ കൗണ്ട് ചെയ്യണം. Then the average number of grains intercepted is calculated. അതിനുശേഷം ആവറേജ് നമ്പർ, അപ്പോൾ ഒരു ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന എത്ര ഗ്രെയിൻസ് ആയിരിക്കും എന്നുള്ളത് ആ ആവറേജ് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈനിൽ നമുക്ക് കിട്ടുന്ന 3 ഗ്രെയിൻ ആയിരിക്കും, സെക്കൻഡിൽ 3 ഗ്രെയിൻ ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ തേർഡിൽ ചിലപ്പോൾ 4 ഗ്രെയിൻ കിട്ടി, ഫോർത്തിൽ ചിലപ്പോൾ കിട്ടുന്നത് 2.5 ഗ്രെയിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്ര വരുന്നില്ലതാണ് നമ്മൾ we need to find out. The length of the line divided by the average number of grains intercepted gives the mean chord length. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മീൻ കോഡ് ലെങ്ത്, ആ ലൈനിന്റെ മീൻ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ദെൻ മീൻ കോഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ദ ലീനിയർ മാഗ്നിഫിക്കേഷൻ. അത് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ആദ്യം നോക്കിയല്ലേ 100x ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതിന്റെ 100x ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ മൈക്രോഗ്രാഫ് ഇമേജ് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് അറിയുന്നുണ്ടാവും. സോ ദാറ്റ് കോഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ദിസ് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഗീവ്സ് ദ വാല്യൂ ഓഫ് ദി ആവറേജ് ഗ്രെയിൻ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ആവറേജ് ഗ്രെയിൻ ഡയമീറ്റർ കിട്ടി. സോ ദിസ് ഈസ് വൺ മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ സൈസ് ഓഫ് ദ ഗ്രെയിൻ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ഗ്രെയിൻ, ലെങ്ത് ഓഫ് ദ ലൈൻസ് ഡ്രോൺ 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് ദർ ആർ 25 ലൈൻസ് ഡ്രോൺ. Then total number of, that is cumulative number of grains intercepted is equal to 120. For example, 120 ആണെന്ന് വിചാരിക്കാം. Then average number of grains intercepted will be 120 by number of lines. That is 120 by 25, which is equal to 4.8. നമ്മൾ 4 സെന്റിമീറ്റർ ലൈനാണ് വരച്ചത്, പക്ഷേ average number of grains intercepted is equal to 4.8. That means an average of 4.8 grains are intercepted by a line of 4 centimeter in length. Okay, so we can find out the mean chord length as that 4 centimeter line 4 divided by the average grains, 4.8. So we'll get 0.833 centimeter. So after this mean chord length divided by the magnification, for example, here we have taken it as 100, and we'll get it as 83.3 microns. So that is the average grain diameter. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്, ഇന്റർസെപ്റ്റ് ഓർ ഹെയ്ൻ മെത്തേഡ്. സോ വേറൊരു സെക്കൻഡ് മെത്തേഡ് പറയുന്നത് വെച്ചാൽ പ്ലാനിമെട്രിക് മെത്തേഡ് ഓർ ജെഫ്രീസ് മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് പറയുന്നത് പ്ലാനിമെട്രിക് ഓർ ജെഫ്രീസ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ വേറൊരു രീതിയിലാണ് നമ്മൾ ഗ്രെയിൻ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Here we will draw a circle or a rectangle on a non-micrograph. Photo micrograph പറഞ്ഞാൽ നേരത്തെ കാണിച്ച പോലത്തെ ഇതുപോലത്തെ ഇമേജ്, അതിൽ നമ്മൾ ഇതുപോലത്തെ rectangle or circle is drawn. And the number of grains completely included in the area of that circle or rectangle is noted. It is taken as N1. Again, the number of grains intersected by the circumference of that drawn area is also noted. It is taken as N2. So the total number of all grains within the area is given by this equation, Na is equal to N1 plus N2 by 2. If that is the case, we can find out the number of grains per square mm, small n, as small n equal to Na into F, where Na is the total number of all grains, which is equal to N1 plus N2 by 2, and F is the magnification factor of that instrument by which that photomicrograph have taken. So by using this equation, we can find out the number of grains per square mm. So this method is called planimetric or Jeffreys method. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇന്റർസെപ്റ്റ് ഓർ ഹെയ്ൻ മെത്തേഡ് ഉണ്ട്, സെക്കൻഡ് വൺ ഈസ് പ്ലാനിമെട്രിക് ഓർ ജെഫ്രീസ് മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ ഉള്ളത്. ഓക്കെ,
അപ്പോൾ അത് ഗ്രെയിൻ സൈസ് ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതേണ്ട എന്തെന്നൊക്കെ അറിയാം. നിങ്ങൾ നോട്ടും കൂടി അല്ലെങ്കിൽ ടെസ്റ്റും കൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടും. സെക്കൻഡ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ അതൊക്കെ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്തു ബൈ യൂസിങ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്. നിങ്ങൾ ഓൾറെഡി എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് നിങ്ങളെ ഫിസിക്സിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. പഠിച്ചിട്ടുണ്ടോ ഫിസിക്സിൽ? +2 ഫിസിക്സിലോ ഫസ്റ്റ് ഇയർ എങ്ങാനും പഠിച്ചിട്ടുണ്ടോ എക്സ്റേ ഡിഫ്രാക്ഷൻ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ, റെസ്പോണ്ട് ചെയ്തേ. ഉണ്ടോ? ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ പഠിക്കാനുണ്ടായിരുന്നോ? ഹലോ കാർത്തിക്, ഹലോ. ഓർമ്മ സാർ ഇല്ലാന്നോ? ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അസഫേ സാർ ഓർമ്മയുണ്ടോ? പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ എക്സ്റേ റിഫ്രാക്ഷൻ? ഇല്ല സാർ. ഓക്കെ. ഈ എക്സ്റേന്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും? നമുക്കറിയാലോ, നമുക്കറിയാം നമ്മളെ സ്പെക്ട്രം അല്ലെ, ഒപ്റ്റിക് സ്പെക്ട്രത്തിൽ കുറെ റേസ് ഉണ്ടല്ലോ, എക്സ്റേ, ഗാമ റേ അല്ലെ, വിസിബിൾ റേസ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എല്ലാം. എക്സ്റേന്റെ വേവ് ലെങ്ത് ഒക്കെ ഏത് റേഞ്ചിലായിരിക്കും ഉണ്ടാവില്ല? ഹയർ വേവ് ലെങ്ത് ആണോ ലോവർ വേവ് ലെങ്ത് ആണോ നിങ്ങൾ അറിയോ? ഓക്കെ. അപ്പോൾ എക്സ്റേസ് വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാം. സോ ദർ ആർ ഡിഫറെന്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ദിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ എക്സ്റേസ് കംസ് അണ്ടർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതിന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ദേ ആർ ഹൈലി പെനട്രേറ്റിംഗ് ആണ്. നമുക്കറിയാം, നമ്മളെല്ലാം എക്സ്റേസ് വെച്ചിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കലുണ്ടല്ലോ, മീൻസ് അല്ലെ, നമ്മളെ ബോഡി അല്ലെ, നമ്മളെ ഫ്രാക്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ ഇമേജ് എടുക്കാറുണ്ട്, ശരിയല്ലേ? അല്ലെ? അപ്പോൾ നമുക്ക് അത് പെനട്രേറ്റിംഗ് ആണ്, ബോഡിന്റെ ഉള്ളിൽ അത് പെനട്രേറ്റ് ചെയ്ത് പോകും. ഇത് ശരിക്കും ഇത് ഗ്യാസസിനെ അയോണൈസ് ചെയ്യും. അപ്പൊ അത് കൂടുതൽ അത് വെച്ച് നമ്മൾ പെനട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് മോശമാകുന്നത്, നമ്മുടെ ബയോളജിക്കൽ സെൽസിന് അത് കേടുപാടുകൾ വരുത്തും. അപ്പൊ ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നത് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാനാണ്. then it is having shorter wavelength and higher energy, and again it is not deflected by any electric or magnetic fields. They are electromagnetic waves. Okay, so X-ray diffraction നമ്മൾ നോക്കുന്നത്, when a beam of electromagnetic wave is directed towards a two-dimensional grating, the waves undergo diffraction. ഫസ്റ്റ് പോയിന്റ്. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, എക്സ്റേനെ നമ്മൾ ഈ എക്സ്റേസിനെ നമ്മളെ ക്രിസ്റ്റലിന്റെ സർഫസിന്റെ മുകളിലേക്ക് നമ്മൾ എന്താണ് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് ഇറേഡിയേറ്റ് ചെയ്യിപ്പിക്കുന്നു നമ്മളെ സ്ട്രക്ചറിനെ, മീൻസ് ക്രിസ്റ്റൽ പ്ലെയിനിന്റെ മുകളിലേക്ക്. അന്നേരം നമുക്ക് അന്നേരം അവിടെ നിന്ന് ഡിഫ്രാക്ട് ചെയ്യും. അപ്പൊ ആ ഡിഫ്രാക്ഷൻ റേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇമേജ് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എന്താ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ടുവേർഡ്സ് എ ടു ഡയമെൻഷണൽ ഗ്രേറ്റിംഗ്. അപ്പൊ എന്താണ് ഗ്രേറ്റിംഗ്? ദ വേവ്സ് അണ്ടർഗോ ഡിഫ്രാക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇപ്പൊ നമുക്ക് ഒപ്റ്റിക്സിന്റെ കുറെ പ്രോപ്പർട്ടീസ്, നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ഡിഫ്രാക്ഷനും. സോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഡിഫ്രാക്ഷൻ ഇൻവോൾവ്സ് ദാറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വേവ്സ് വെൻ ദേ പാസ് ത്രൂ ആൻ ഓപ്പണിംഗ് ഓർ അറൌണ്ട് എ ബാരിയർ ഇൻ ദെയർ പാത്ത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ചെറിയ സ്ലിറ്റിലൂടെ നമ്മൾ ലൈറ്റ് കടത്തിവിടും, നമുക്കറിയാം അത് ഡിഫ്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? നമുക്കറിയാം ലൈറ്റ് റേസ് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഹോളിന്റെ അകത്ത് കൂടി ആ ലൈറ്റ് വരുന്ന സമയത്ത് അത് ഡിഫ്രാക്ട് ചെയ്ത് അല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു മോണോക്രോമാറ്റിക് പോലെ അത് പോകുന്നതല്ല, സിംഗിൾ ബീം ആയിട്ട് പോകുന്നത്, അത് ഡിഫ്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു ബാരിയർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലിറ്റിലൂടെ പോകുമ്പോൾ അത് ഡിഫ്രാക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ ഗ്രേറ്റിംഗ്സ് പറയുന്ന ഇതുപോലത്തെ സ്ലിറ്റ്സ് ഇല്ല, ഈക്വലി സ്പേസ്ഡ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ജനറലി ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് വേറെ ഉണ്ട് നമ്മൾ ഒപ്റ്റിക്സിന് ഉപയോഗിക്കുന്നത്. ജനറലി ഗ്രേറ്റിംഗ്സ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗ്രില്ല്, ഇപ്പൊ നമ്മൾ ജനലിനെല്ലാം ഉപയോഗിക്കുന്ന ഗ്രില്ലില്ലേ, ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രം ലൈൻസ് വരുന്ന ഗ്രില്ല്, ഈക്വലി സ്ക്വയർ ഷേപ്പിലെ ഗ്രിൽസ്, അതിന്റെ സ്പേസ് വളരെ കുറവാന്ന് വരിക ഇടയിലിടയിലില്ലേ, നമ്മൾ ജനലിനും ഇതൊക്കെ വെക്കാറുണ്ട് ഗ്രിൽ അല്ലെ? അപ്പൊ അതിന് നമ്മളൊരു ഗ്രേറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇതുപോലത്തെ ഗ്രേറ്റിംഗ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് പറഞ്ഞാൽ അതുപോലത്തെ അല്ല, വേറെ തന്നെ സ്പെഷ്യലൈസ്ഡ് നമ്മൾ ഒബ്ജക്ട്സ് ആണ് ഈ ഒപ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റിംഗ്സ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഗ്രേറ്റിംഗ്സിലൂടെ, ഇതുപോലത്തെ സ്ലിറ്റ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതിനാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫ്രാക്റ്റഡ് ലൈറ്റ്സ് എന്താ ചെയ്യുന്നത്, അത് സിംഗിൾ ബീം ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ഡിവൈഡ് ഇൻ ടു സെവറൽ ബീംസ് ഡിപ്പെൻഡിങ് ഓൺ ദി വേവ് ലെങ്ത്സ് അല്ലെ? ഡിഫറെന്റ് വേവ് ലെങ്ത്തിലെ സെവറൽ ബീംസ് ആയിട്ട് മാറും.
and it will move to different direction. So അപ്പോൾ അതിനാണ് diffraction എന്ന് പറയുന്നത്. So for the beam to be efficiently diffracted, the spacing of the grating must be approximately equal to the wavelength of the incident waves. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രേറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ഗ്രേറ്റിംഗ്സിന്റെ സ്പേസിംഗ് ഉണ്ടാവും അല്ലേ? കാരണം ഗ്രേറ്റിംഗ്സ് പറഞ്ഞാൽ എന്താണ്, അത് ചില സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റിനെ, ചില സ്ഥലത്ത് അത് കടത്തി വിടുന്നുണ്ട് അല്ലേ? അപ്പോൾ ലൈറ്റ് എന്താണ് ഡിഫ്രാക്ട് ചെയ്തിട്ട് പല ആംഗിളിലേക്ക് അത് കടന്നു പോകും. അപ്പോൾ അതിനാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ the spacing of the grating must be approximately equal to the wavelength of the incident wave, which is essential for the efficient diffraction of the beam. Okay, this principle is made use of in the determination of crystal structure by X-ray diffraction technique. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ X-ray diffraction technique യൂസ് ചെയ്യുന്നത് in order to determine the crystal structure. Okay, in this the periodic array of atoms in crystal can be thought of a 3-dimensional grating system. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് വെച്ചാൽ നമുക്കറിയാം 2-dimensional grating system ഞാനിപ്പോൾ പറഞ്ഞ ഗ്രിൽ പോലത്തെ അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിനെ നമുക്കൊരു 3-dimensional grating സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കുറേ അറേസ് ആണ് ഇതുപോലെ അല്ലെ. നമുക്കറിയാം ഇന്റർ അറ്റോമിക് സ്പേസിങ് 2 to 3 ആങ്സ്ട്രോങ് യൂണിറ്റ് ഒക്കെ വരും. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം ലോ വോൾട്ടേജ് എക്സ്റേസിന്റെ ഒക്കെ വേവ് ലെങ്ത് ഓൾമോസ്റ്റ് ഈക്വൽ ടു സെയിം ദാറ്റ് ആ ഒരു ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസിന്റെ അത്രയും വേവ് ലെങ്ത് മാത്രമേ വരൂ. 2 to 3 ആങ്സ്ട്രോങ് റേഞ്ചിലാണ് വരുന്നത്. സോ അപ്പോൾ അവിടെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഡിഫ്രാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. സിൻസ് ദ വേവ് ലെങ്ത് ഓഫ് ലോ വോൾട്ടേജ് എക്സ്റേസ് ആർ ഓഫ് ദ സെയിം ഓർഡർ ആസ് ദാറ്റ് ഓഫ് ടിപ്പിക്കൽ ഇന്റർ അറ്റോമിക് സ്പേസിംഗ് ഇൻ ക്രിസ്റ്റൽസ്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 to 3 ആങ്സ്ട്രോങ്. Crystal structure determination can be done by analyzing X-ray diffraction patterns from crystal samples. ഇപ്പോൾ ക്രിസ്റ്റൽ സാമ്പിൾസ് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരുന്ന അപ്പോൾ അതിൻ്റെ ഫിഗർ ഉണ്ട്. ആ ഫിഗറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചതായിരിക്കും, ഇന്റർഫറൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് വേവ്സ് അല്ലെങ്കിൽ രണ്ട് വേവ്സ് ഇന്റർഫറൻസ് ചെയ്യുമ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഉണ്ടാവാം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, അപ്പോൾ ജസ്റ്റ് ഒപ്റ്റിക്സിന്റെ ഒരു എക്സാമ്പിളാന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത് രണ്ട് വേവ്സ് കാണിക്കുന്നുണ്ട് അല്ലേ? നോക്കി, രണ്ട് ഫിഗർ കാണിക്കുന്നുണ്ട്. സോറി, ഫസ്റ്റ് ഫിഗറിൽ നോക്കി. ഇപ്പൊ എന്റെ കേഴ്സറിലെ ഫിഗറിൽ താഴെ രണ്ട് വേവ് കാണിക്കുന്നുണ്ടല്ലേ? താഴെ രണ്ട് വേവ് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് വേവിന് റിസൾട്ടന്റ് വേവ് ആണ് ഏറ്റവും മുകളിൽ കാണിക്കുന്നത്. സോ the two waves here are in phase with each other അല്ലെ? രണ്ടും ഇൻ ഫേസിലാണുള്ളത്. ഓക്കെ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഈ കാണിക്കുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കുക. സോ the resultant wave will be having a higher amplitude, which will be the summation of the amplitude of the two waves which are in phase. ഇപ്പോൾ ഇവിടെ കിട്ടിയ ഔട്ട്പുട്ട് ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, ഇന്റർഫറൻസ് ഓഫ് ടു വേവ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കഴ്സർ വെച്ചിട്ടുള്ള ഈ ഫിഗർ നോക്കിയേ, അവിടെ സംഭവിക്കുന്ന ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. സോ ദ ടു വേവ്സ് interferencing there are not in phase, they are out of phase, 180 degree out of phase. So what we are getting is an output, resultant is a zero, output zero ആണല്ലേ, ആംപ്ലിറ്റ്യൂഡ് ഇല്ല. സോ ദാറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലെഫ്റ്റിലുള്ളത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ആണ്, സെക്കൻഡ് വൺ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് കിട്ടണം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് ഡിഫ്രാക്ഷൻ കിട്ടൂ, കൃത്യമായിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സിന്റെ പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ വരുന്നത് ബ്രാഗ്സ് ലോയിലാണ് നമുക്ക് ആ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ബ്രാഗ്സ് ലോ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ്റേസ് ആർ നോക്കിയ ലെഫ്റ്റ് സൈഡിന് എക്സ്റേസ് അല്ല, എക്സ്റേസ് ആർ ഇറാഡിയേറ്റഡ് ഓൺ എ ക്രിസ്റ്റൽ പ്ലെയിൻ, ക്രിസ്റ്റൽ ലാറ്റിസ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്കിയ രണ്ട് പ്ലെയിൻ കാണിക്കുന്നുണ്ടല്ലേ, പ്ലെയിൻ. അപ്പോൾ അതിന് നെയിം ചെയ്തിട്ടില്ല, പ്ലെയിൻ ഓൺ ദ സർഫേസ് ആൻഡ് വൺ മോർ പ്ലെയിൻ ബിലോ ദ ടോപ്പ് ലെയർ. So there are two lattice planes here separated by an interatomic distance of small d. So a beam of incident X-rays is struck on this lattice planes. അല്ലെ? അപ്പോൾ നോക്കിയേ, ആ ഒരു സിംഗിൾ ബീം ഈസ് സ്ട്രൈക്കിംഗ് ഓൺ ദീസ്, irradiating on this lattice plane,
അപ്പൊ ആ സിംഗിൾ ബീമിൽ 2 റേസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, റേ 1 ആൻഡ് റേ 2. ഓക്കെ, ആദ്യത്തെ റേ 1 അത് ഇന്റർസെക്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ when atom situated at regular intervals on a crystal, they will be irradiated. They are irradiated by a beam of X rays here. So the rays will scatter off after striking the lattice planes. Okay, so these scattered radiations undergo interference. അപ്പൊ ഇതുപോലെ സ്കാറ്റർ ചെയ്യുമ്പോഴാണ് അത് ഇന്റർഫറൻസിന് നേരത്തെ പറഞ്ഞ ഇന്റർഫറൻസിന് വിധേയമാകുന്നത്. സോ ദർ ക്യാൻ ബി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ദർ ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, so for this interference to be constructive, the angle of incidence theta, ഇവിടെ കാണിക്കുന്നത് angle of incidence theta ആണ്. The angle of incidence theta must be equal to the angle of this reflection. അപ്പോൾ angle of incidence theta is equal to the angle of reflection theta. അല്ല, രണ്ടും സെയിം ആംഗിൾ ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അത് angle of incidence is equal to angle of reflection. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ എന്താണ്, ഒരു ക്രിസ്റ്റൽ പ്ലെയിനെ നമുക്ക് എന്താവും എങ്ങനെ കൺസിഡർ ചെയ്യാം, ഒരു ഗ്രേറ്റിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു 3 ഡയമെൻഷണൽ ഗ്രേറ്റിംഗ്. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ ഗ്രേറ്റിംഗിലൂടെ നമ്മൾ ഈ ലൈറ്റ് കടത്തി വിടുമ്പോൾ അവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ക്രിസ്റ്റൽ പ്ലെയിനെ നമ്മൾ 3 ഡയമെൻഷണൽ ഗ്രേറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ when X-rays are struck on this 3 dimensional grating, diffraction will take place. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ റിഫ്ലക്റ്റഡ് റേസ് ആണ് ഇവിടെ എഴുതിയിട്ടില്ല. അത് ശരിക്കും അത് ഡിഫ്രാക്റ്റഡ് റേസ് തന്നെയാണ്. കാരണം ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ ഇത് ഡിഫ്രാക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ വരച്ചിരിക്കുന്ന പർട്ടിക്കുലർ റേസ് ഉണ്ടല്ലോ, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോയി കാണിക്കുന്നത്, ആ റേസ് ശരിക്കും ഡിഫ്രാക്ട് ചെയ്തതാണ്. പക്ഷെ അത് പെർഫെക്റ്റ്ലി റിഫ്ലക്ട് ചെയ്ത പോലെയാണ് ഉള്ളത് ആ ഡിഫ്രാക്ഷൻ. അതായത് അവിടെയുള്ള ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ്ലി റിഫ്ലക്ട് ചെയ്ത രീതിയിലാണ് അവിടുത്തെ ഡിഫ്രാക്ഷൻ ഉള്ളത്. അത് ബ്രാഗ്സ് ലോയിൽ പറയുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഫോർ എവറി ഡിഫ്രാക്റ്റഡ് ബീം there is a set of crystal lattice planes such that the diffracted beam appears to be like mirror like reflected from this set of planes. അപ്പോൾ ഈ 2 സെറ്റ് ഓഫ് പ്ലെയിൻസ് നോക്കിയാൽ അത് മിറർ ലൈക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ശരിക്കും അത് ഡിഫ്രാക്ഷൻ ആണ്, വേറെ പല ആംഗിളിലേക്കും ഡിഫ്രാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എന്താണ് ഒരു സ്പെക്കുലർലി റിഫ്ലക്റ്റഡ് ഡിഫ്രാക്റ്റഡ് ആ റേസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് റിഫ്ലക്റ്റഡ് റേസ് പോലെയുള്ളൂ. അതാണ് ഇവിടെ റിഫ്ലക്റ്റഡ് റേസ് എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ റേ 1 റേ 2 വരുന്നുണ്ട്, 2 ക്രിസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, അവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തീറ്റയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ തീറ്റയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നിന്ന് വരക്കുന്ന നോർമലിന്റെ അകത്തേക്കുള്ള ഈ ആംഗിളും തീറ്റയായിരിക്കും. അത് ട്രിഗ്നോമെട്രി റിലേഷൻ ആണ്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചില പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് റേ 1 ഈസ് ഇൻസിഡന്റ് അറ്റ് ഓൺ ദി ലാറ്റിസ് പ്ലെയിൻ. സ്ക്രീൻ പോയാ? ഓക്കെ. ഓക്കെ, ഇപ്പൊ ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കി നമ്മളൊരു എക്സ്റേ വെച്ചിട്ട് എന്താണ് ക്രിസ്റ്റൽ പ്ലെയിന്റെ മുകളിൽ നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്യിക്കാണ്. അപ്പൊ ആ എക്സ്റേ ബീമിൽ 2 റേ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ റേ 1 നോക്കിയ ടോപ്പ് സർഫസിൽ ഹിറ്റ് ചെയ്തു, അത് അവിടുന്ന് ശരിക്കും ഡിഫ്രാക്ട് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ആ ഡിഫ്രാക്ട് ചെയ്ത് എന്താണ് പെർഫെക്റ്റ്ലി അത് ഡിഫ്രാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് റിഫ്ലക്ട് റേ പോലെ, അത് മിറർ ലൈക്ക്, പിന്നെ അവിടെ മിറർ ലൈക്ക് അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ റിഫ്ലക്ട് റേസ് ചെയ്തത്. എല്ലാ റേസും അവിടുന്ന് ഡിഫ്രാക്ട് ചെയ്യും. ശരിക്കും നോക്കിയ ഒരു ആറ്റത്തിലാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലെ. ശരിക്കും ആ ആറ്റത്തിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ശരിക്കും ഡിഫ്രാക്ട് ചെയ്യും. പക്ഷെ അതിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അല്ലെ, ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആ ആംഗിൾ പോകുന്നതാണ് നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് തരുന്നത്. അതുകൊണ്ടാണ് അത് ലൈൻ മാത്രം കാണിച്ചത്, അതിനെ റിഫ്ലക്ട് എക്സ്റേസ് എന്ന് അങ്ങനെ നെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേ 2 നോക്കിയോ, റേ 2 എന്താ ചെയ്യുന്നത്, ശരിക്കും ഫസ്റ്റ് പ്ലെയിൻ അത് അകത്തൂടെ അത് പെനട്രേറ്റ് ചെയ്ത് പോയി സെക്കൻഡ് പ്ലെയിൻ നിന്നാണ് അത് ഡിഫ്രാക്ട് ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് പ്ലെയിനിൽ ഒരു ആറ്റം നിന്നാണ് ഡിഫ്രാക്ട് ചെയ്യുന്നത്.
ശരിയല്ലേ? അത് അവിടുന്ന് ഡിഫ്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് പ്ലെയിനെ പെൻട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പ്ലെയിൻസും തമ്മിൽ ഇന്റർ അറ്റോമിക് സ്പേസിങ് സ്മോൾ ഡി ആണ്. അപ്പൊ നോക്കി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും തീറ്റ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ട്രിഗ്നോമെട്രിക് റിലേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു നോർമൽ വരച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണെന്നില്ല. അതിലേക്ക് ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് നോക്കി ഇവിടെ പി ബി എന്നുള്ള ആ ഒരു ലെങ്ത് നമുക്ക് ഡി സൈൻ തീറ്റ എന്ന് കിട്ടും. ഈ സ്പേസ് ഡി ആണെങ്കിൽ, ഇത്രയും വലിയ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ സിമ്പിൾ ഈ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടും അല്ലെ, സൈൻ തീറ്റ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ വെച്ചാൽ ഡി സൈൻ തീറ്റ എന്ന് കിട്ടും. പി ബി ഈക്വൽ ടു, അതുപോലെ തന്നെ ബി ക്യു ഇസിക്കൽ ടു ഡി സൈൻ തീറ്റ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ രണ്ട് റേസ് നോക്കിയേ, റേസ് ടിൽ ദ പോയിന്റ് എ വരെയില്ലേ നോക്കിയേ, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ റേ 1, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ റേ 1 and റേ 2, ഒരു മിനിറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ റേ 1 and റേ 2 അപ് ടു എ പി. ഈ എ പി എന്നുള്ളൊരു പ്ലെയിൻ ഇല്ലേ, ഈ എ പി എന്നുള്ളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. അപ്പൊ ടിൽ എ പി പ്ലെയിൻ, ഇങ്ങനെയുള്ളൊരു എ പി എന്നുള്ളൊരു പ്ലെയിൻ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേ 1 ടിൽ എ 8 പോയിന്റ്, റേ 2 ടിൽ പി പോയിന്റ്, ദേ ആർ ഇൻ ഫേസ് അല്ലെ, അത് ഇൻ ഫേസിലാണ് പോയത്. ആഫ്റ്റർ ദാറ്റ് റേ 1 എ എന്നുള്ള പോയിന്റ് അത് റിഫ്ലക്ട് ചെയ്ത് പോയി. പക്ഷെയോ റേ 2 എന്നാണ് പിന്നെയും പോകുന്നുണ്ട് അല്ലെ, റിഫ്ലക്ട് ചെയ്യാൻ അത് എവിടെയും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, അത് പിന്നെയും ബി എന്നുള്ള പോയിന്റ് വരെ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ആഫ്റ്റർ എ ക്യു, ഈ എ ക്യു എന്നുള്ള ഇവിടെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഇതിന് ശേഷം നോക്കി ആഫ്റ്റർ എ ക്യു ദേ ആർ ഇൻ ഫേസ് അല്ലെ, അത് ഒരുപോലെയാണ് പോകുന്നത്, സെയിം ഡിസ്റ്റൻസ് ആണ് എത്തിയിട്ടില്ല അല്ലെ. റേ 1 റേ 2 എ പി എന്നുള്ള പ്ലെയിൻ വരെ സെയിം ഡിസ്റ്റൻസ്, അതുപോലെ എ ക്യു ഒന്ന് തിരിച്ച് പുറത്തേക്ക് പോകുന്നതും സെയിം ഡിസ്റ്റൻസ് ആണ്, ഇൻ ഫേസിലാണുള്ളത്. അപ്പൊ നോക്കിയേ ഈ റേ 2 അധികം വന്നിട്ടില്ല ഏതാണ്, പി ബി ക്യു എന്നുള്ള അത്രയും ഡിസ്റ്റൻസ് ആണ് അധികം വന്നിട്ടുള്ളത്. ഓക്കെ, so here we will have a constructive interference. Okay, that is constructive interference will be there when the distance, which distance, PBQ is an integer multiple of lambda, where lambda is the wavelength of the incident X-ray. Okay, അപ്പോൾ എക്സ്റേ ഇവിടെ സ്ട്രൈക്ക് ചെയ്തു, ഇൻസിഡന്റ് എക്സ്റേന്റെ വേവ് ലെങ്ത് ലാംഡയാണ്, അത് ഇതുപോലെ റിഫ്ലക്ട് ചെയ്ത് പോയി. ഇതുപോലെ റിഫ്ലക്ട് ചെയ്ത് പോകണമെങ്കിൽ അത് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണം അല്ലെ. അപ്പൊ നോക്കിയേ ഈ എ എന്നുള്ള പോയിന്റ് വരും, പി എന്നുള്ള പോയിന്റ് വരും, റേ 1 and റേ 2 ആർ ഇൻ ഫേസ്. Again leaving this reflected rays from A and from Q, they are in phase. So this PBQ, so in order to have a constructive interference, this PBQ അത്രയും ഉള്ള ഒരു path difference ഉണ്ടല്ലോ PBQ, that value should be an integer multiple of wavelength. That means PB plus BQ should be equal to n times lambda, where n is the n can take any integer value 1 2 3 4 like that. So PB plus BQ എന്നുള്ള വാല്യൂ n ലാംഡ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം അതിന് ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ച് നമുക്കറിയാം PB is equal to d sin theta, again BQ is equal to d sin theta. Therefore we will get n lambda is equal to 2d sin theta എന്ന് കിട്ടും അല്ലെ. n lambda is equal to 2d sin theta. This equation is known as Bragg's law or Bragg's equation. Okay, where n is equal to 1 2 3 called the order of diffraction. ഇവിടെ 2 ആണ്, രണ്ട് പ്ലെയിൻ ഉണ്ട്. Lambda equal to the wavelength of incident beam and d equal to the interplanar spacing and theta is the angle of incident. Okay, അപ്പോൾ ഇതാണ് ബ്രാഗ്സ് ലോ. ബ്രാഗ്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാഗ്സ് ലോ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇത് തന്നെയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ നമുക്ക് ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. എക്സ്റേ ഡിഫ്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഡിഫ്രാക്റ്റഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആ ഡിഫ്രാക്റ്റഡ് റേസ്. The reflected beam leaves the crystal as a narrow pencil of rays capable of producing sharp images on a photographic plate or film. അപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഇമേജ് നമുക്ക് കിട്ടും. So there are 3 types of techniques used for X-ray diffraction. That is a low method, rotating crystal method and a powder method. ആദ്യത്തെ നോക്കിയാൽ ലവ് മെത്തേഡിൽ എന്താണ്? ലവ് മെത്തേഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ദിസ് മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കിയാൽ ലവ് മെത്തേഡിൽ എന്താണുള്ളത്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് എ മെറ്റൽ ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഈ 3 മെത്തേഡും എക്സ്റേ ഡിഫ്രാക്ഷൻ ആ ഒരു
മെത്തേഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അതിന് ഡിഫറെന്റ് ടെക്നിക്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് എ ലവ് മെത്തേഡ്. It is applicable to single crystals or polycrystalline masses. Okay, when a narrow beam of monochromatic X-ray is incident on a specimen of metal, diffraction takes place. നമ്മളിപ്പോ പറഞ്ഞ പോലെ അത് കൃത്യമായ അതിന്റെ പോയിന്റിൽ അത് ബീം ഇൻസിഡന്റ് ചെയ്താൽ അതിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാകുന്ന പോയിന്റിൽ അത് റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഡിഫ്രാക്ട് ചെയ്യും. ആ റേസ് വെച്ച് നമുക്ക് ഈ ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, so this is law method is one of the oldest method of collection of diffraction data. Okay, so ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ ക്രിസ്റ്റലിൽ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെക്കും. ദെൻ അതിലേക്ക് നമ്മളൊരു വൈറ്റ് റേഡിയേഷൻ ഈസ് ഡയറക്റ്റ് അറ്റ് ദി ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ക്രിസ്റ്റൽ സ്റ്റേഷനറി ആയിട്ട് വെക്കും. അതിലേക്ക് നമ്മൾ വൈറ്റ് റേഡിയേഷൻ ലൈറ്റ് നമ്മൾ റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വേവ് ലെങ്ത് വിൽ ബി അവൈലബിൾ ഇൻ ദാറ്റ് വൈറ്റ് റേഡിയേഷൻ. സോ അതിലെ റൈറ്റ് കോമ്പിനേഷൻ വിൽ ലീഡ് ടു ദി പ്രോപ്പർ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രിസ്റ്റൽ ഇവിടെ ഉപയോഗിക്കും, അതിലേക്ക് നമ്മൾ ഒരു വൈറ്റ് ലൈറ്റ് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട ആ പ്രോപ്പർ ഡിഫ്രാക്ഷൻ കണ്ടീഷനിലുള്ള പർട്ടിക്കുലർ ലൈറ്റിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അവിടുന്ന് ഡിഫ്രാക്ട് ചെയ്യും. ആ ഡിഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫൈനൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യും. അതാണ് ഈ ലവ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് എ റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡിലും വി ആർ യൂസിങ് എ മോണോക്രോമാറ്റിക് എക്സ്റേ ബീം. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ടു ഫോളോ ഓൺ എ സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ദ ക്രിസ്റ്റൽ സ്റ്റേഷനറി, ഹിയർ വി ആർ റൊട്ടേറ്റിംഗ് ദ ക്രിസ്റ്റൽ. And instead of using white radiation light, we are using a monochromatic X-ray. അപ്പോൾ എക്സ്റേ ബീം നമ്മൾ ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ ഈ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയ, അതിനെ ഒപ്റ്റിമം അല്ലെങ്കിൽ ഇതിന് ഈ ഡിഫ്രാക്ഷൻ കിട്ടേണ്ട പർട്ടിക്കുലർ പ്ലെയിൻ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലൂടെ നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടും. സോ ദാറ്റ് ഡിഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഫൈനൽ ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഗ്രെയിൻ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. ആൻഡ് വൺ മോർ മെത്തേഡ് ഇസ് ദ പൗഡർ മെത്തേഡ് ഓർ Debye-Scherer method. So powder method and one more method is there. This method is the most commonly used to X-ray diffraction techniques. Okay, for identifying the crystal structure. So ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഒരു പൗഡേർഡ് സ്പെസിമെൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിയാൽ ഇതിന്റെ സ്പെസിമെൻ ഇതിന്റെ അകത്താണുള്ളത്. അതൊരു കാപ്പിലറി ട്യൂബിന്റെ അകത്താണ് സ്പെസിമെൻ ഉള്ളത്. അപ്പോൾ എക്സ്റേ സോഴ്സ് അത് ഫിൽട്ടർ ചെയ്തിട്ട് അതിനൊരു കൊളിമേറ്റർ വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ആ സ്പെസിമെന്റെ മുകളിലേക്ക് ഇൻസിഡന്റ് ചെയ്യാൻ ചെയ്യുന്നത്. Okay, so the finely powdered sample is filled in a thin capillary tube and mounted at the center of the camera. So ഇതാണ് ആ ക്യാമറ, അതിന്റെ സെന്റർ ആയിട്ടാണ് നമ്മളെ സ്പെസിമെൻ ഉള്ളത്. ഓക്കെ, ഇന്നത്തെ ടൈം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പൗഡർ മെത്തേഡും കൂടിയാണ് ഇതിൽ ബാക്കിയുള്ളത്. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ചാപ്റ്റർ ആണ് ഡിഫ്യൂഷൻ എന്നുള്ളത്. ആ ഡിഫ്യൂഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ കഴിയും. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഒരു പീരീഡും കൂടി ഉണ്ട് എനിക്ക് ഉച്ചക്ക്, ആ ക്ലാസ്സിൽ നോക്കാം.